ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ഓംലെറ്റ് ആണ്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓംലെറ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഓട്സ് ഓംലെറ്റ് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് ഓട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ ഓട്സ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഓട്സ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ ഒത്തിരി അങ്ങ് പൊടിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ചെറിയ തരികളൊക്കെ കിടന്നാലും കുഴപ്പമില്ല. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത ഓട്സ് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തിലേക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാലൊഴിച്ചിട്ട് നന്നായിട്ട് കുറച്ച് പാലൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് കുതിരാൻ വെക്കണം. അപ്പോൾ കുതിർത്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ അകത്തിലേക്ക് മുട്ടയൊക്കെ ചേർത്ത് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പാൽ കുറച്ചായിട്ട് ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പം 1/2 കപ്പ് പാൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് ഇതൊന്ന് കുതിരാൻ വെക്കണം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഓട്സൊക്കെ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാനുള്ള മിക്സ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 2 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഈ ഓംലെറ്റിന് മുഴുവനായിട്ടുള്ള ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്, 1/4 ടീസ്പൂൺ. ഇനി ഉപ്പും കുരുമുളക് പൊടിയും എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ആകുന്നത് വരെ സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ ഉപ്പും കുരുമുളക് പൊടിയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതാണ്. ഇപ്പോൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്താലും മതിയാവും. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ തക്കാളിക്ക ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും. അപ്പോൾ പച്ചമുളക് ചേർക്കുമ്പോൾ നമ്മുടെ എരിവ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മല്ലിയിലയ്ക്ക് പകരം കറിവേപ്പില വേണമെങ്കിലും അരിഞ്ഞ് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ മുട്ടയ്ക്കകത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മുട്ടയുടെ മിക്സ് നമുക്ക് പാലും ഓട്സും കൂടെ കുതിർത്ത് വെച്ചതിൻ്റെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. മുട്ടയുടെ മിക്സ് ഓട്സിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഓട്സ് ഓംലെറ്റ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അതുപോലെ വെയിറ്റ് ലോസ് ഒക്കെ നോക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ്. അതുപോലെ നമ്മൾ സാധാരണ ഓട്സ് പാലിലിട്ട് വെറുതെ കുടിക്കുന്നതിന് പകരം ഇങ്ങനെയൊക്കെ തയ്യാറാക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഇനി ഇത് നമുക്ക് ഓട്സ് ഓംലെറ്റ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലൊന്ന് എല്ലായിടവും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എണ്ണ. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓംലെറ്റിൻ്റെ മിക്സ് ഇതിൻ്റെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ പകുതി ഓംലെറ്റിൻ്റെ മിക്സാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വലിയ പാനാണെന്നുണ്ടെങ്കിൽ എല്ലാ മിക്സും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് തയ്യാറാക്കിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ച് എല്ലായിടവും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഒഴിക്കുമ്പം അതിൻ്റെ അതിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നടുക്ക് തന്നെ കിടക്കും. ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക സ്പൂൺ വെച്ചിട്ട്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് 2-3 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്യുമ്പോഴായിരിക്കും അതെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത്. ഇപ്പം 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഓംലെറ്റൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ടതിന് ശേഷം മറ്റേ സൈഡ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ചട്ടുകം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതൊന്ന് കുക്കായി കിട്ടും. ഒരു 1-2 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ തിരിച്ചിട്ടതിന് ശേഷം എണ്ണ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നോൺ സ്റ്റിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അധികം എണ്ണയുടെ ആവശ്യമില്ല. അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്, അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓംലെറ്റ് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ശരണ്യാസ് റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്